രണ്ട് ചക്ക നിൽപ്പുണ്ട്. നമുക്ക് നാളെ അടത്താം. അതിനിന്നേ ഞാൻ നോട്ടം ഇടുക കേട്ടോ. നാളത്തെ അടുത്തുള്ള ചക്ക. അങ്ങനെയല്ലേ നമ്മളെ വീട്ടമ്മമാർ നാളത്തേക്കുള്ള സംഭവങ്ങൾ തലേന്നേ നമ്മൾ നോക്കി വയ്ക്കും. രണ്ട് ചക്ക, ഇതൊരെണ്ണം, അതിനപ്പുറത്ത് വേണം. രണ്ട് ചക്ക നോട്ടമായിട്ട് വെച്ചേക്കും ഞാൻ. പക്ഷെ രണ്ടും കൂടെ വേണ്ട കേട്ടോ, ഒരെണ്ണം മതി. വലിയ ചക്ക ഇത്. അപ്പുറത്തെ ആദ്യമായിട്ട് നമുക്കുണ്ടായ പ്ലാവ. ആദ്യമായിട്ട് നമുക്കുണ്ടാകത്തില്ല ചക്ക, അതാണ്. 4 ചക്കയുണ്ട്. ഇതിനകത്ത് നിറച്ചും കിടപ്പുണ്ട്, മേളോട്ട് കിടപ്പുണ്ട്. അപ്പോഴും നാളത്തേക്ക് നമുക്ക് ചക്കയായി. ചക്ക വേണ്ടവരൊക്കെ ഓടി വായോ, ചക്കയ്ക്കുണ്ടോ ചെങ്ങാതി പക്ഷി, അങ്ങനെയല്ലേ പറയുന്നത്. ചക്കയും മാങ്ങ അച്ചാറും. ചിലർക്ക് നാരങ്ങ അച്ചാറാണ് ഇഷ്ടം, എനിക്ക് മാങ്ങ അച്ചാറിനോടാണ് ഇഷ്ടം കേട്ടോ. ചക്ക വേവിച്ചതും മാങ്ങ അച്ചാറും പൊളിയാണ്, സൂപ്പറാണ്, കിടുവാണ്. നോട്ടായിട്ട് വെച്ചേക്കും കേട്ടോ. നാളെ രാവിലെ നമുക്ക് അടത്താം. ഏതാണ് നിന്നേ ഒന്ന് വന്ന് തപ്പി നോക്കിയതാണ്. വന്ന കാര്യം, ഒരു കൈതച്ചക്ക ദേ കിഴക്ക് നിൽപ്പുണ്ടേ. അപ്പോഴും പന്നിക്കുട്ടന്മാർ അത് കൊണ്ടുപോകും. അതിന് കവറിടാൻ വന്നതാണ്. അപ്പോഴും നമ്മൾ ചക്ക നോക്കിയത് കേട്ടോ. നമുക്ക് കവറിടാൻ പോവാം. ദേ ഈ കവർ നമുക്ക് അവിടെ ഒരു കൈത നിൽപ്പുണ്ട്, അതിന് ഇട്ടിട്ട് വരാം. അതോ കവറിടാൻ പോവാം. ഇനി വരണം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇനി വരണ്ടേ? ഇനി വരണം. ദേ നമ്മുടെ കൈത. ഇതാ നമ്മുടെ കേട്ടോ, പഴുത്ത് വരുന്നു കേട്ടോ. അല്ല ചേരയെ പോലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പം ചെറുതായിട്ട് പഴുത്ത്. അപ്പോഴതങ്ങ് കെട്ടി വെച്ചാലേ കാക്കയും കിളിയും പന്നിയും കൊണ്ടുപോകത്തില്ല. ഇല്ലെങ്കിൽ ഇവന്മാരെ കൊണ്ടങ്ങ് പോകും കേട്ടോ. ഇയാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വിറകൊക്കെ കിട്ടും കേട്ടോ. വാരിക്കൊണ്ട് പറക്കി വെച്ചിരുന്നാലേ നമ്മുടെ ഓമയ്ക്ക മരം കണ്ടോ, തന്നെ കിളിച്ചതാ കേട്ടോ. തന്നെ കിളിച്ചെന്ന് ഓമയ്ക്ക കാണണോ? ദേ സൂപ്പറായിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അത്രയുള്ള ഓമ ദേ സുപ്പിന് ഇങ്ങനെ നിന്ന് അടത്ത കണ്ടോ എൻ്റെ ഓമയ്ക്ക.
ഒന്നല്ല 2-3 ഉണ്ടായിരുന്നു. ആരും അടിച്ചുകൊണ്ട് പോയതാ കേട്ടോ. ആരും അടിച്ചുകൊണ്ട് പോയതാ. അത് ശരിയല്ല. ഞാനിങ്ങനെ നോക്കി നോക്കി നിർത്തിയിരുന്ന എൻ്റെ ഓമയ്ക്ക ആരും അടിച്ചുകൊണ്ട് പോയി. കണ്ടോ? അത് ശരിയാണോ? ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത് ആരാണെങ്കിലും, അല്ലേ? അങ്ങനെ ചെയ്യരുത്. നല്ല രസമുണ്ട്. കുഞ്ഞിയൊരു ഓമമരവും സുപ്പുവും ഓമയ്ക്കയും എങ്ങനെ ഇരിക്കുന്നു? കൊതുക്കുട്ടന്മാരെന്നെ വട്ടം ഇട്ട് കറക്കും കേട്ടോ. എങ്ങനെയുണ്ട്? വലിയൊരു സുപ്പുവും കുഞ്ഞൊരു ഓമമരവും കുഞ്ഞൊരു ഓമയ്ക്കയും എങ്ങനെ ഇരിക്കുന്നു? പൊന്നേ ചക്കരേ, നീ എളുപ്പം ഒന്ന് പഴുക്ക് കേട്ടോ. നീ എളുപ്പം ഒന്ന് പഴുക്ക്. ഇനി ഞാൻ അറിയാതെ ഇങ്ങനെ തറയിൽ പോയതാണോന്ന് അറിയത്തില്ല കേട്ടോ. പഴുത്തേ തറയിൽ പോയതാണോന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ കാണാതൊന്നും പറയരുത് ആരെയും പറ്റിയല്ലേ. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം കേട്ടോ. ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. എന്തായാലും ഇത് പഴുക്കുമ്പോൾ ഞാൻ എന്തായാലും ഇതേപോലെ കവറിട്ട് വയ്ക്കും കേട്ടോ. നമ്മുടെ കൈതച്ചക്ക നമ്മൾ കവറിട്ടില്ലേ, കയറല്ല കവറിട്ടില്ലേ, അതേമാതിരി നമുക്ക് കവറിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഓമയ്ക്ക കിട്ടും. ആരോ ഇന്നാൾക്ക് എന്നോട് വയണയില ഏതാണെന്ന് ചോദിച്ചു. ഇതാണ് വയണയില, കുമ്പിളപ്പം പുഴുങ്ങുന്ന വയണയില. ഇതിൻ്റെ പൂ കാണിക്കണേന്ന് പറഞ്ഞു. പൂവെല്ലാം ആരോ ഒക്കെ കൊണ്ടുപോയി കേട്ടോ. ഇതിൻ്റെ പൂവിന് നല്ല മണമാണ്. ഏതാണ്ട് സുഗന്ധ ഇതാ കേട്ടോ. ഇതിൻ്റെ ഈ പൂവ് ഇതാണ് വയണയില ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കത്തില്ലേ, കുമ്പിളപ്പം ഉണ്ടാക്കുന്ന വയണയില ഇതാ കേട്ടോ. നമ്മുടെ അയ്യത്തെല്ലാം ഇഷ്ടംമാതിരി ഉണ്ട് വയണയില കേട്ടോ. വിറക് പിന്നെ വന്ന് ഞാൻ വാരിക്കൊണ്ട് പോയിക്കോളാം. ഓക്കെ. എളുപ്പം പഴുത്താണോ മര്യാദയ്ക്ക് കേട്ടോ. അല്ലെങ്കിൽ അടി ഞാൻ തരും. പൊക്കോണം. നമുക്ക് ഭയങ്കര കൊതു. ഭയങ്കര കൊതു. നമ്മുടെ തൂക്കുവാരൻ വന്നേ ഇവിടെ എല്ലാം തൂത്ത് കൂട്ടി എല്ലാം ഇട്ടിട്ട് പോയി. തീ കത്തിച്ചു, പക്ഷെ തീ കത്തിയില്ല കേട്ടോ. തീ കത്തിയില്ല. എല്ലാം ഇവിടെ ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ടു. കത്തിക്കണം. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് വെയിലാകുമ്പോഴത്തേനേ നമുക്ക് തീ കത്തിച്ചാൽ മതി. എല്ലാം ഇവിടെ ആക്കി വെച്ചു. തീ ഇട്ടയാന്ന് തോന്നുന്നു കേട്ടോ. തീ അണഞ്ഞു പോയി. ഞാൻ വഴക്ക് പറയുമെന്നും പറഞ്ഞ് ഓല ഇവിടെ ചാരി വെച്ചേക്കുന്നു. കാണിക്കാം. ഓല ഇവിടെ ചാരി വെച്ചേക്കുന്നു. ഞാൻ വഴക്ക് പറയും ഓല എടുത്ത് തീ കത്തിക്കുന്നതിന് കേട്ടോ. ഞാൻ പറയും മണ്ണെണ്ണ ഇല്ലാത്ത സമയമല്ലേ, ഓല അവിടെ വെച്ചേക്കണേന്ന് മധുര ചാരി വെച്ചേക്കുന്നു. വഴക്ക് പറയാന്ന് പേടിച്ചേ മതിലെ ചാരി വെച്ചേക്കുന്ന ഓല മടൽ കേട്ടോ. ഓല ഇട്ടാൻ പ്രയാസമാണ് നമുക്ക് തീയരിക്കാനേ. ഇപ്പോൾ ഓലയ്ക്ക് നമ്മൾ മഴയാവത്തില്ലേ, മഴയാകുമ്പോൾ നമുക്ക് തീ കത്തിക്കാൻ വേണ്ട. അതിന് ഞാൻ വഴക്ക് പറയുന്നു പറഞ്ഞ് എടുത്ത് ചാരി വെച്ചിട്ട് പോയേക്കുന്നു കേട്ടോ. ഇത് തീ കത്തിക്കാം. കണ്ടോ, ഒരു വെള്ളിക്കൊലിസ് കിട്ടി. എൻ്റെ കൊലിസാണിത്, എൻ്റെ വെള്ളിക്കൊലിസാണിത് കേട്ടോ. ഇത് എവിടുന്ന് തെങ്ങിൻ്റെ ഓലയ്ക്കകത്തുനിന്ന് വന്നു? അയ്യോ, എൻ്റെ വെള്ളിക്കൊലിസ്. ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ, ഈ ഒരെണ്ണം കണ്ടില്ലായിരുന്നേ. ദേ ഓലമടലിനകത്ത് എൻ്റെ വെള്ളിക്കൊലിസ് കിട്ടി കേട്ടോ. ദേണ്ട്, വെള്ളിക്ക് എന്തൊരു വിലയാണെന്നറിയാം. ഇത് എൻ്റെ വെള്ളിക്കൊലിസാ കേട്ടോ. ഈ ഓലയ്ക്കകത്ത് എവിടുന്ന് കിട്ടി വെള്ളിക്കൊലിസ്? എന്തായാലും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഓലമടൽ കൊണ്ടുവച്ചിട്ട് വരട്ടെ, പിന്നെ നമുക്ക് കൊലുസ് കഴുകാം. ഓലമടൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് വരട്ടെ കേട്ടോ. വേണ്ട കൊലുസ് കഴുകാം. എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ ഇത്? എത്ര രൂപയുടെ മുതലാ? വെള്ളിക്ക് നല്ല വില ഇപ്പം കേട്ടോ.
വെള്ളിക്ക് നല്ല വിലയാണ് ഇപ്പം. സോപ്പ് പൊടി അവിടെ പോയി എടുക്കാനൊന്നും സമയമില്ല. അപ്പം നമുക്ക് ഉള്ള സോപ്പ് പൊടി ഇതേ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണം അവിടെ ഞാൻ കാണും. അതിനെ കൊടുത്ത് ഒന്നും അറിയത്തില്ല. ഉള്ളത് ഒരെണ്ണം ആട്ടെ, ഇത് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. നല്ല വിലയാണ്. നല്ലോണം വെളുക്കണമെങ്കിൽ എന്തെങ്കിലും മരുന്നിനകത്തിടും. ദേ കിലുക്കുള്ള എൻ്റെ കൊലുസ് കണ്ടോ? വെളുത്ത് വരുന്നു. ആ എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടിയേ, എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടിയേ. കണ്ടോ? ഇതേ എൻ്റെ കളഞ്ഞു പോയ സാധനം കിട്ടിയേട്ടോ. നല്ല അടിപൊളി കൊലുസ്. ഇതിൻ്റെ വീതി കണ്ടോ? നല്ല വീതിയുണ്ട്. കിളി കിളി. ഞാൻ ഇട്ട് കാണിക്കാം. മറ്റേ സ്വർണ്ണക്കൊലുസുണ്ട്, കാലേ സ്വർണ്ണക്കൊലുസ് കിടപ്പുണ്ട്. ഇതും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോഴേ കാണാതല്ല, നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇത് എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഈ ഓലയുടെ ഓലയ്ക്കകത്ത് എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഇതേ കഴിയപ്പം നല്ല കളറ്. ഇതിൽ നന്നായിട്ട് വെളുക്കും കേട്ടോ. ഇതിന് എത്ര രൂപയായിരിക്കും? വെള്ളിക്ക് തന്നെ നല്ല വില കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ചുമ്മാ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇടണമെന്ന് തോന്നി, ഇട്ട് കാണിക്കാം. കാണിച്ചു തരാം എൻ്റെ കാലയുടെ കൊലുസേ. ദേ ഇതെൻ്റെ കളഞ്ഞു പോയ കൊലുസ്, വെള്ളി. കണ്ടോ? എന്ത് നല്ല വീതിയുള്ള ചെയിനാണെന്നറിയാമോ? നല്ല വീതിയുള്ള ചെയിനാണ് കേട്ടോ. കൊണ്ടോ, ഇത് കാണാതെ പോയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനേ? കേട്ടോ, ഞാൻ കഴുകിയപ്പോൾ ഇത്ര രീതിയിൽ നന്നായിട്ട് നമുക്ക് വെളുക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കാണാതെ പോയ മുതൽ കിട്ടിയേ എനിക്ക്. ഞാൻ ഇടത്തില്ലായിരുന്നു കേട്ടോ. നല്ല വീതിയുണ്ട് ഈ വെള്ളിക്ക്. കണ്ടോ?